മുജീബുർ റഹ്മാന്റെ ഓർമ്മകൾ തുടച്ചു നീക്കാൻ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണകൂടം. കറൻസിയിൽ നിന്ന് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ ഒഴിവാക്കി പുതിയ നോട്ടുകൾ ബംഗ്ലാദേശിൽ പുറത്തിറങ്ങി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, മുജീബുർ റഹ്മാന്റെ ഓർമ്മകൾ തുടച്ചു നീക്കാൻ ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണകൂടം നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കറൻസിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ചിത്രം ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, ഏറെ ഗൗരവതരമായ ചില വിഷയങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുജീബുർ റഹ്മാൻ്റെ ചിത്രം പതിച്ച ബംഗ്ലാദേശി താക്കയിൽ നിന്നും ആ ചിത്രം മാറ്റാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കർശനമായ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് വളരെ കൃത്യമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 20, 100, 500, 1000 രൂപ നോട്ടുകളിലെ ഈ മുജീബുർ റഹ്മാൻ്റെ ചിത്രം ഒഴിവാക്കാനുള്ളൊരു തീരുമാനമുണ്ടായി. അത് പുതിയ നോട്ടുകൾ ഡിസൈൻ ചെയ്തു എന്ന് ഔദ്യോഗികമായി സെൻട്രൽ ബാങ്ക് എല്ലാം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ആ ഓർമ്മകളെ മുഴുവൻ തുടച്ചു നിൽക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഷെയ്ഖ് ഹസീനയുടെ പിതാവ് കൂടിയായ മുജീബുർ റഹ്മാൻ്റെ ആ ഓർമ്മകൾ മുഴുവൻ തുടച്ചു നീക്കുന്നതിനുള്ളൊരു നീക്കം തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മറ്റൊരു പ്രധാന വിഷയം, ഇതിന് പകരമായ നോട്ടിൽ സ്ഥാപിക്കുന്ന വിവിധ ചിത്രങ്ങൾ, അതായത് സാംസ്കാരിക കേന്ദ്രങ്ങളിലെ ചിത്രങ്ങൾ സ്ഥാപിക്കുമെന്നെല്ലാം തന്നെ, അല്ലെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുമെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഏറെ ഗൗരവമേറിയൊരു വിഷയം ഈ ജൂലൈയിൽ, അതായത് ബംഗ്ലാദേശിൽ നിന്നും ഷെയ്ഖ് ഹസീനയ്ക്ക് പലായനം ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് നയിച്ച ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളും അതിൻ്റെ ആ ഒരു ആശയങ്ങളുടെ പ്രചരണത്തിൻ്റെ രീതിയിലുള്ള ചില ചിത്രങ്ങളും ആശയങ്ങളും ആ നോട്ടിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തെ, ബംഗ്ലാദേശിൻ്റെ ആ വിമോചന ചരിത്രത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യത്തെ തന്നെ തീർത്തും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനുള്ളൊരു നീക്കം, അല്ലെങ്കിൽ രാജ്യമെന്ന ആശയത്തെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു നീക്കം തീർച്ചയായും നടക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ചിത്രം പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ ആ ഓർമ്മകളെ മുഴുവൻ ഇല്ലാതാക്കാനും അവരുടെ പോരാട്ട ചരിത്രത്തിൻ്റെ ഓർമ്മകൾ മാറ്റി എഴുതി ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു നോൺ സെക്യുലറിസ്റ്റ് സൊസൈറ്റിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള നീക്കത്തിൻ്റെ ചില ചിത്രരചനകളാണ് ഈ നോട്ടിലെ ഈ രൂപമാറ്റത്തിലൂടെ വരുത്തുന്നതെന്ന് കൃത്യമായ ചില ആരോപണങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, പ്രധാനപ്പെട്ട നോട്ടുകളിലെല്ലാം തന്നെ ഹൈലി സർക്കുലേറ്റ് ചെയ്യുന്ന ചെറിയ നോട്ടുകളിലും പ്രധാന നോട്ടുകളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു നീക്കം നടത്തുന്നതോടെ ചില ചരിത്രങ്ങളെ മായ്ക്കുക, അല്ലെങ്കിൽ ചരിത്രങ്ങൾ മാച്ചെഴുതുക എന്ന ചില ഉദ്ദേശം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നോട്ടുകൾ ഉടൻ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രം കേവലം ഈ വർഷം ജൂലൈയിൽ മാത്രമുണ്ടായത് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാവുന്ന, അല്ലെങ്കിൽ ഒരു സെക്യുലർ സൊസൈറ്റിയല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ബംഗ്ലാദേശ് എന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കത്തെ നമുക്ക് നിരീക്ഷിക്കപ്പെടുന്നത്, അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നോട്ടുകൾ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നോട്ടുകൾ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജൂലൈയിൽ നടന്ന ആ പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രാഫിറ്റി എന്നാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ആ പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ഒരു സീനറി ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിഖിൽ. ശരി ഐസൺ, എന്തായാലും ബംഗ്ലാദേശിൽ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾ നോട്ടുകളിൽ നിന്നടക്കം തുടച്ചു നീക്കുന്ന അതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ്റെ ഓർമ്മകൾ തുടച്ചു നീക്കാൻ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണകൂടം നടപടി സ്വീകരിച്ചിരിക്കുന്നു. കറൻസിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നോട്ടുകൾ ബംഗ്ലാദേശിൽ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.